ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ ആതിര. എന്തെല്ലാം സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും. കുറേ നാളായി ലോൺ വോയിസ് ഒക്കെ ഇട്ടിട്ട് തണുപ്പായി പോയി, സൗണ്ടൊക്കെ അടഞ്ഞു പോയി. ഇപ്പോഴാണ് തിരിച്ചു കിട്ടിയത്. ഈ തിരിച്ചു കിട്ടിയ സൗണ്ടും തിരിച്ചു വന്ന സുമേഷ് ചേട്ടനായിട്ട് ഒന്ന് വടകര വരെ പോകണം. സുമേഷ് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ശ്രീജിത്ത് ഏട്ടൻ, ആ ഏട്ടൻ വീട്ടിലേക്ക് കുറച്ച് മുട്ടായിയൊക്കെ കുട്ടിയെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കൊണ്ടു കൊടുക്കണം. കുട്ടികൾ കുറേ ദിവസമായി കാത്തു നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പോകാൻ കുറച്ച് ലേറ്റായിപ്പോയി. വടകര ലോങ്ങാന്നൊരു മനുഷ്യൻ പറയുന്നത് രാവിലെ 7 മണിക്ക് ഇറങ്ങിയത് 8 മണി 8:30 ആകുമ്പോഴേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കയറി ചായ കുടിക്കാമെന്ന് കരുതി. കാരണം അവിടെ അടുപ്പ് വരെ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം സൺഡേ അല്ലേ റെസ്റ്റോറൻറ്റൊക്കെ മെല്ലെ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കിട്ടിയ ദോശയും ചട്നിയാണ്, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങാമെന്നിരിക്കുമ്പോൾ ഞാൻ കരുതി ഏതായാലും ഒരു വീട്ടിൽ പോകും, നമുക്ക് ബേക്കറി വാങ്ങിച്ചു കഴിഞ്ഞാൽ ബേക്കറിയൊക്കെ അൺഹെൽത്തിയാണ്, നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാമെന്ന് ഒരു മനുഷ്യൻ. ഇതെപ്പോഴാണ് ബോധം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അവൻ പറഞ്ഞതല്ലേ ഫ്രൂട്ട്സ് തന്നെ വാങ്ങിക്കില്ലാന്ന്. ഞാൻ കരുതി ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് വിടുകയാണ്. ഏകദേശം ഇപ്പോൾ ഒരു 10 മണിയായിരുന്നു. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സമയമായിട്ടുണ്ട്. ഞങ്ങളുടെ ചെന്നു ഹോൺ അടിക്കുമ്പോൾ തന്നെ മോൻ വന്നിട്ട് ഉന്തിത്തള്ളി തുറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനാവുന്നുണ്ടായിരുന്നു, നല്ല വീട്ടിൽ കേട്ടായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ പരിചയപ്പെട്ടു. ഇത് രമേച്ചിൻ്റെ വീടായിരുന്നു. പിന്നെ രമേച്ചിൻ്റെ അനിയൻ്റെ വൈഫായിരുന്നു അയ്യേച്ചി ഡൽഹിയിൽ നിന്നൊക്കെ വന്നതായിരുന്നു. പിന്നെ വന്ന കഥകളും വന്ന വഴികളും അതിൻ്റെ സ്റ്റോറികളൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നു. വന്നപ്പോൾ ഞങ്ങൾക്ക് ചായ തരണം. അത് പിന്നെ നിർബന്ധമാണല്ലോ. ഒരു ചായ 2 ചായ 3 ചായ, നമുക്ക് ചായ കൂടി വലിയ ടാസ്കുകൾ കാര്യമൊന്നുമില്ല, എത്ര വേണമെങ്കിലും കുടിക്കാം. അടുത്തൊരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതായിരുന്നേ. ഒരു നമ്മൾ മയിലൊക്കെ ഇഷ്ടം പോലെ പുഴയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിതൊന്നും കാണാൻ വലിയ പുതുമയൊന്നും ഉണ്ടാകത്തില്ല. എന്നാലും അവിടെ പോയതല്ലേ, അവിടുത്തെ പുഴയും കണ്ടു കളയാന്ന് കരുതി. പക്ഷെ വളരെ നല്ല സ്ഥലമാണ് കേട്ടോ. ഞാൻ വിചാരിച്ച ഫുൾ ടൗൺ ഏരിയ ഒക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ലോടും. നല്ല നല്ല ഗ്രാമ പ്രദേശമാണ്. പുഴയും മഞ്ഞും കാറ്റും ഒക്കെയുള്ള അടിപൊളി സ്ഥലമാണ്. നല്ല മനുഷ്യർ ഇഷ്ടം പോലെയുണ്ട്. നല്ല ഏട്ടന്മാരും നല്ല ഏച്ചിമാരും ഒക്കെ അവിടെ പോയപ്പോൾ നല്ല 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 ആൾക്കാരൊക്കെ ആയിരുന്നു കേട്ടോ. ഈ മനുഷ്യൻ ഒട്ടും റൊമാൻറ്റിക് അല്ല. ഞാൻ നിങ്ങൾ ഡൈവോഴ്സ് ചെയ്യുന്ന ലാസ്റ്റ് പറഞ്ഞപ്പോഴാണ് ആ മനുഷ്യൻ ഒന്ന് സ്വല്പം റൊമാൻറ്റിക് ആയത്. ഒരു വട്ടലും പിടിച്ച് കറക്കിയത്. അല്ലാണ്ട് ഇവൻ റൊമാൻറ്റിക് ആവത്തേ ഇല്ല. പിന്നെ അവിടെ പോയി സ്ഥിതി കുട്ടികൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് ലൈറ്റായിട്ടൊന്നും കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു. ഇത് മോള് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആയിരുന്നേ. എന്തായിരുന്നു ഇത് പേര്? ആൽഫ അതന്നെ ആൽഫ. ഈ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞങ്ങളൊരു ജ്യൂസ് കുടിക്കേണ്ട പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പം മക്കൾക്ക് ജ്യൂസിനോടായിരുന്നു താല്പര്യം. ജസ്റ്റ് ഒരു കേക്ക് പീസ് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഇത് വാങ്ങിച്ച് പിസ്ത ചോക്ലേറ്റ് കുനാഫിയ വാങ്ങിച്ചത്. ഇതിലൊക്കെ എൻ്റെ പൊന്നു എന്തൊരു ടേസ്റ്റ്, ഇടോ അങ്ങനെയൊന്നും ഇല്ലടോ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഈ ഹൈപ്പൊക്കെ കൊടുക്കുന്നത്? നോർമലോ ഓക്കെ ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഈ ഹൈപ്പൊക്കെ കണ്ടിട്ട് ഓരോരുത്തർ ഓരോന്ന് വിചാരിക്കും. അതിന് മാത്രമൊന്നും ഇല്ല. ജസ്റ്റ് ചോക്ലേറ്റ്, പിസ്ത, അതിനടിയിൽ കുനാഫ, പിന്നെ കുറച്ച് ഐസ്ക്രീം, ആ ഒരു ലെവലേ ഉള്ളൂ. നമ്മൾ ഈ റീല് കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് തിരിച്ച് തീരായിട്ട് എൻ്റെ കലമ്പുമായിരുന്നു. തിന്ന് എന്ന് പറഞ്ഞിട്ട് തിന്നാൻ പറ്റത്തില്ല. ഒരു മതോന്മതനായ രാജ്യത്തേക്ക് നമ്മൾ പോകും അത് കൊടുത്തു കഴിഞ്ഞാൽ. ഇവന് മധുരമൊന്നും പുത്തരില്ല. ചായയിൽ ഇടുമുക്കി തിന്ന ആളാണ്. അതുകൊണ്ട് മധുരം ഇവൻ അങ്ങനെ ഏശത്തില്ല. എനിക്കൊക്കെ മധുരം ടപ്പ് ചെയ്യുന്നോട്ട് ഏശും. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, ചോക്ലേറ്റ് കോഫി. ഞാൻ ഇതുവരെ കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫ്ലേവർ ആയിരുന്നു, അത്യാവശ്യം നല്ലതൊക്കെ ആയിരുന്നു. പിന്നെ ഇത് എന്നിട്ട് ഞങ്ങൾ ഇത്രയും ആൾക്കാർ മത്സരിച്ചും തീർന്നിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് വന്നപ്പോൾ ഇവൻ ഇവിടുത്തെ കുട്ടിയാണെന്നോ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. കാരണം അവൻ്റെ കളി അങ്ങനെയായിരുന്നു. പിന്നെ കുട്ടികൾ കൂട്ടത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ഞങ്ങൾ ഫുഡിനുള്ള പരിപാടി നോക്കി. എവിടെ ബിരിയാണി ആയിരുന്നു. ഇവിടുത്തെ ബിരിയാണി എന്ന് വെച്ചാൽ സ്പൈസി അങ്ങനെ ഇല്ല കേട്ടോ. നല്ല നമ്മൾ കണ്ണൂരൊക്കെ ഭയങ്കര ഞാനും ഭയങ്കര എരിവിലൊക്കെ ആക്കാം. അത്യാവശ്യം എനിക്ക് സ്പൈസി വേണം. ഇവിടെ അങ്ങനെയല്ല, നോർമൽ റേഞ്ചാണ്. പിന്നെ ഏട്ടോട് ലാസ്റ്റ് പറഞ്ഞ് എനിക്ക് ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പരിചയപ്പെടുത്തി ഞങ്ങൾ ലാസ്റ്റ് പായസവും കൂടി കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയായിരുന്നു. രമേശോടും മക്കളോടും ഏട്ടനോടൊക്കെ ടാറ്റ പറഞ്ഞ് ഞങ്ങളവിടെ നേരെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞതാണ്. അപ്പോഴാണ് അവൻ പറഞ്ഞത് നമുക്ക് തലശ്ശേരി ടച്ച് ചെയ്ത് നൈസായിട്ട് വീട്ടിലേക്ക് പോയാലും ചോദിച്ചു. തലശ്ശേരി ടച്ച് ചെയ്തപ്പോൾ ഇവൻ്റെ തുമ്മലിനെ കൊണ്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. വണ്ടി കയറി AC ഇട്ട് പൊടി അടിച്ച് തുമ്മി കഴുത്തുളുക്കുന്ന തുമ്മലായിരുന്നു. അവൻ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുന്ന അവനേ അറിയുള്ളൂ. ഞങ്ങൾ നേരെ ഡൗൺ ടൗൺ മാളിൽ പോയി. അമ്പാടിൻ്റെ പിറന്നാളാണ് അടുത്ത ആഴ്ച. അവൻ എന്നെ ഡ്രസ്സ് എടുക്കാമെന്ന് കരുതി കയറിയതായിരുന്നു. അവൻ്റെ ഡ്രസ്സ് അവൻ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞുമക്കൾ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ സുമേഷ് ഏട്ടൻ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കും. ഈ ചെരുപ്പൊക്കെ എങ്ങനെ ഇടാനാണ് അവൻ ലാസ്റ്റ് ബോർഡടിച്ച് ഞങ്ങൾ വീഗം അവനുള്ള 2 ഡ്രസ്സും എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നേരെ വീട് പിടിക്കാമെന്ന് കരുതിയപ്പോഴാണ് ഞങ്ങളൊരു ഏച്ചി ഉണ്ടായി. ഞങ്ങൾ സ്വന്തം ഏച്ചിൻ്റെ വീട്ടിൽ കയറിയത്. ഏച്ചി എന്നെ വിചാരിച്ചില്ല ഇത് എവിടെ നിന്ന് വരുന്നത് എന്നുള്ള ഭാവമായിരുന്നു ഏച്ചി. ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്തായിരുന്നല്ല. ഏച്ചി ഞങ്ങളെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് കുജേഷേട്ടൻ വിളിച്ചു, ഞങ്ങളോട് ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞു. പോകുന്നില്ല, ഓക്കെ ഞങ്ങൾ എപ്പോഴും കൂടി വരുന്നില്ലേ, ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. അങ്ങനെ ഞങ്ങൾ നൈസായിട്ട് ഡ്രസ്സൊക്കെ മാറ്റി രാവിലെ വിട്ടതായിരുന്നു. കുളിച്ച് ഫ്രഷ് ആകുമ്പോൾ തന്നെ എന്തൊരു സുഖം. ഏച്ചി വിചാരിച്ച് ഞാൻ കുറേ മെലിഞ്ഞ് നെയ്ച്ചൊരു ഡ്രസ്സ് വന്നപ്പോൾ ലൂസായിരിക്കും. എവിടുന്ന് ഞാൻ 3 ദിവസം കൊണ്ട് 4 കിലോ കൂടി നിനക്കല്ലേ അറിയുള്ളൂ. അമ്പാടി എവിടെ പോയാലും അവിടെ ഓക്കെയാണ്. പിന്നെ ഫുഡ് ലൈറ്റ് ആയതുകൊണ്ട് പുറത്തുനിന്ന് നമ്മൾ വാങ്ങിച്ചാൽ അൽഫാം, പൊറോട്ട, ചില്ലി ചിക്കൻ, എനിക്ക് നാൻ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ കുഴച്ചടിച്ച് സുഖമായിട്ട് പോയി കിടന്നുറങ്ങാം. ടാറ്റാ, ബൈ ബൈ, സി യു.